അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇതുവരെ അലി റളിയല്ലാഹു അൻഹുവാണ് പ്രശ്നപരിഹാര സംഭാഷണത്തിന് മുൻകൈയെടുത്തതെങ്കിൽ ഇത്തവണ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സാർത്ഥവാഹക സംഘത്തെ അലി റളിയല്ലാഹു അൻഹുവിനടുക്കലേക്ക് അയക്കുകയുണ്ടായി. ഹബീബ് ബിൻ മസ്ലമ, ശറഹ് ബിൻ സിംത്ത്, മഅ്ൻ ബിൻ യസീദ് എന്നിവരാണ് സംഘാംഗങ്ങൾ. കൂട്ടത്തിൽ തലയെടുപ്പുള്ള ഹബീബ് ബിൻ മസ്ലമയാണ് സംഭാഷണം തുടങ്ങിയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്തുടരാവുന്ന ഒരു ഖലീഫയായിരുന്നു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അവൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഭാരമായി തോന്നി. അദ്ദേഹത്തിൻ്റെ മരണം ആഗ്രഹിച്ച നിങ്ങൾക്ക് അത് വൈകുന്നതിൽ സഹികെട്ടു. അങ്ങനെ അദ്ദേഹത്തെ നിങ്ങൾ കൊലപ്പെടുത്തി. അഥവാ താങ്കളല്ല അദ്ദേഹത്തെ കൊന്നതെന്നുണ്ടെങ്കിൽ ഘാതകരെ വിട്ടുതരിക. കൂടാതെ ഖലീഫ സ്ഥാനം ഒഴിയുകയും വേണം. ആരാണ് ഖലീഫയാകേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊക്കെ പറയാൻ നീ ആര്? ഈ വിഷയവും എൻ്റെ സ്ഥാനഭ്രഷ്ടും തമ്മിൽ എന്തു ബന്ധം? എത്രയും വേഗം സ്ഥലം കാലിയാക്കുന്നതാണ് നിനക്കു നല്ലത്. ഹബീബ് ബിൻ മസ്ലമ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, താങ്കൾക്ക് രുചികരമല്ലാത്ത സമയങ്ങൾ വരാനിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു, നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും എനിക്കെതിരെ അഴിച്ചുവിട്ടാലും ഞാൻ ബാക്കിയാവുന്ന കാലത്തോളം അള്ളാഹു നിന്നെ ബാക്കി വെക്കാതിരിക്കട്ടെ. പോയി തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യ്. ചുരുക്കി പറഞ്ഞാൽ രണ്ടു പക്ഷത്തെയും ക്ഷമയുടെ നെല്ലിപ്പലക തെളിഞ്ഞു തുടങ്ങി. എങ്കിലും പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് പോകാതെ ഇരുകൂട്ടരും ആത്മസംയമനം കൈക്കൊണ്ടു. തുടർന്നു വന്ന സഫർ, റബിയുൽ അവൽ, റബിയുൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ഉഖ്റ മാസങ്ങളിലൊക്കെ പല ഒത്തുതീർപ്പ് ചർച്ചകളും നടന്നു. ചിലപ്പോൾ ഒരു പക്ഷത്തു നിന്നും ആക്രമണം നടത്താൻ ചിലർ ഒരുമ്പെട്ട് വരും. അപ്പോൾ തന്നെ കൂട്ടത്തിലെ കാരണവന്മാരിടപെട്ട് അവരെ പിന്തിരിപ്പിക്കും. ഈ ഘട്ടത്തിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവും അബൂദർദാ റളിയല്ലാഹു അൻഹുവും നടത്തിയ ഐക്യശ്രമം ശ്രദ്ധേയമാണ്. ഇരുവരും മുആവിയ റളിയല്ലാഹു അൻഹുവിനോടുണർത്തി, താങ്കൾ ആ മനുഷ്യനോട് യുദ്ധം ചെയ്യുന്നതിൻ്റെ സംഗത്യം എന്താണ്? താങ്കളും താങ്കളുടെ പിതാവും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം മുസ്ലിമായിരുന്നില്ലേ? അദ്ദേഹത്തിന് താങ്കളേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹമല്ലേ താങ്കളേക്കാൾ ഖിലാഫത്തിന് യോഗ്യൻ? മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാനാണ്. അലി തങ്ങളാണ് ഘാതകർക്ക് അഭയം നൽകുന്നത്. അവരെ ഞങ്ങൾക്ക് വിട്ടുതന്നാൽ മാത്രം മതി. അദ്ദേഹത്തിന് ശാമുകാർ ബൈഅത്ത് ചെയ്യും. എന്നു മാത്രമല്ല, അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെയാൾ ഞാനായിരിക്കും. ഈ വിവരങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവും അബൂദർദാ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം തൻ്റെ സൈന്യത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഇതാ ഈ കാണുന്ന ജനക്കൂട്ടം മുഴുവൻ ഘാതകരാണ്. അലി റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടതാണ്. കലാപകാരികളാണ് അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയത്. തുടർന്ന് മക്കക്കാർ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കൊപ്പവും ശാമുകാർ മുആവിയ റളിയല്ലാഹു അൻഹുവിനൊപ്പവും നിന്നപ്പോൾ മറ്റുള്ളവർ ബഹുഭൂരിപക്ഷവും നിഷ്പക്ഷതയും കൈക്കൊള്ളുകയായിരുന്നു. അതോടെ ഖലീഫ ഉസ്മാൻ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃപരമായ പങ്കുവഹിച്ച കൂഫക്കാരെ ആശ്രയിക്കുകയല്ലാതെ അലി റളിയല്ലാഹു അൻഹുവിന് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു അനുയായികളെ ചൂണ്ടി ഇവർ മുഴുവൻ കൊലയാളികളാണെന്ന് പറയേണ്ട താമസം പുരുഷാരത്തിൽ നിന്ന് നിരവധി പേർ ചാടി വീണ് ആക്രോശിച്ചു, അതെ, ഞങ്ങളെല്ലാം കൊലയാളികളാണ്, മുആവിയക്കാരെയാണ് വേണ്ടത്. ഇതോടെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവും അബൂദർദാ റളിയല്ലാഹു അൻഹുവും രംഗത്തുനിന്ന് പിന്മാറി. അങ്ങനെ റജബ് മാസം പിറന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വ്യാകുലപ്പെടുത്തി.
അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിപ്രഭാവവും ശ്രേഷ്ഠമായ സ്ഥാനവും തൻ്റെ പക്ഷത്തുള്ള പണ്ഡിതരെ കൂടി അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുമോ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. അതിനുള്ള സമയം നൽകാതെ എത്രയും പെട്ടെന്ന് ഇറാഖി സൈന്യത്തിന് മേൽ വിജയം നേടാനുള്ള കുറുക്കുവഴിയെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം ഒരസ്ത്രമെടുത്ത് അതിൽ ഗുണകാംക്ഷിയായ അള്ളാഹുവിൻ്റെ അടിമ കുറിക്കുന്നു. മുആവിയ യൂഫ്രട്ടീസ് നദിയുടെ ഗതി തിരിച്ചുവിട്ട് ഇറാഖികളെ മുക്കിക്കൊല്ലാൻ പോവുകയാണ്, അതിനാൽ ജാഗരൂകരാവുക എന്നെഴുതി ഇറാഖി സൈനിക ക്യാമ്പിലേക്ക് തൊടുത്തുവിട്ടു. അജ്ഞാത സന്ദേശം കണ്ട് ഇറാഖികൾ പരിഭ്രാന്തരായി. അവർ വ്യഗ്രതയോടെ ഇത് അലി റളിയല്ലാഹു അൻഹുവിനടുക്കലെത്തിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ തൻ്റെ വിദ്യ ഫലിച്ചില്ലെന്ന് വൈകാതെ മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം തുടർതന്ത്രങ്ങൾ മെനഞ്ഞു. താൻ അസ്ത്രവിദ്യയിലൂടെ കൈമാറിയ സന്ദേശം ശരിയാണെന്ന് അവരെ ധരിപ്പിക്കാൻ 200 പേരെ അദ്ദേഹം പുഴയോരത്തേക്ക് കിളക്കാൻ നിയോഗിച്ചു. ഇതുകൂടി കണ്ടതോടെ ഇറാഖികളുടെ ഭയപ്പാട് ശതഗുണീഭവിച്ചു. അവർ വീണ്ടും അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് ആവലാതി ബോധിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് നിങ്ങളെ കബളിപ്പിക്കാനുള്ള മുആവിയയുടെ തന്ത്രമാണ്. നിങ്ങളുടെ താവളം നിൽക്കുന്നത് മുആവിയയുടെ താവളത്തേക്കാൾ സുരക്ഷിതമായ സ്ഥാനത്താണ്. നിങ്ങളിവിടെ നിന്ന് മാറിയാൽ മുആവിയ ഈ സ്ഥലം കൈക്കലാക്കും, അതിനാൽ പേടിക്കാതിരിക്കുക. എന്നാൽ ഇതൊന്നും ഇറാഖികളെ സമാധാനിപ്പിച്ചില്ല. അവിടെ നിന്ന് മാറാൻ അവർ ശാഠ്യം പിടിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ അലി റളിയല്ലാഹു അൻഹുവിന് താവളം കുറച്ചകലേക്ക് മാറ്റേണ്ടി വന്നു. അതോടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ശാം സൈന്യം പ്രസ്തുത സ്ഥലം കൈയടക്കി. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.